അശാന്തിയിലേക്ക് കൂടി സിറിയ കൂടി കടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണം, ഇത്ര ഭീകരമായ ഒരു ആക്രമണം നടത്തിയതിന് ശേഷം ഈ അൽഷറായുടെ സൈന്യത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആഘോഷങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം സിറിയയിൽ ഉണ്ടാകുന്ന പല ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? അമേരിക്ക കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുമോ, ഇസ്രായേലും കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുമോ? ഒരു അശാന്തി അവിടെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യത ഉണ്ടോ? അതീവ സങ്കീർണമാണ് സിറിയയുടെ സാഹചര്യം. നൂറ്റാണ്ടുകളുടെ, പ്രത്യേകിച്ച് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പേറുന്ന നഗരങ്ങൾ ഉള്ള സ്ഥലമാണല്ലോ സിറിയ. അതിലെ പാൽമീറ നഗരം, ഏൻഷ്യൻ കാലഘട്ടത്തിൽ തന്നെ പാൽമീറ വളരെ പ്രസിദ്ധമായ ചരിത്ര അവശേഷിപ്പുകളുടെ ഒരു നഗരം കൂടിയാണ് പാൽമീറ. ഈ പാൽമീറ സിറിയയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ്. അവിടെയാണ് ഡിസംബർ മാസം 13-ാം തീയതി ഈ ചില IS ഭീകരരുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് തന്നെ ഗവൺമെന്റുമായി ബന്ധമുള്ള ചില ഏജൻസികളാണ് എന്ന ഭാഷ്യവുമുണ്ട്. അപ്പോൾ ആ ഒരു അറ്റാക്കിനെതിരെ, അപ്പൊ അങ്ങനെ ഒരു ആർമി കോളമാണ്, അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അമേരിക്കൻ ട്രൂപ്സ് അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ 2 അമേരിക്കൻ ട്രൂപ്സും മറ്റൊരു സപ്പോർട്ട് സ്റ്റാഫുമാണ് കൊല്ലപ്പെട്ടത്. 3 അമേരിക്കൻ പൗരന്മാർ അവിടെ കൊല്ലപ്പെടുകയാണ് ഡിസംബർ മാസം 13-ാം തീയതി. അപ്പൊ അതിന് തത്തുല്യമായ രീതിയിലോ അതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞതുമാണ്. അതിപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നു. അതിശക്തമായ ആക്രമണമാണ് പൽമീറയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ. IS കേന്ദ്രങ്ങൾ ഒരു മരുഭൂമിയുടെ അടുത്ത് ഉള്ള പ്രദേശങ്ങളാണ്. അവിടെ 70ഓളം ടാർഗറ്റുകളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അവശേഷിക്കുന്ന ചില ശക്തി ദുർഗങ്ങൾ, അതിൽ 70ഓളം ടാർഗറ്റുകളിൽ 100-ൽ പരം പ്രിസിഷൻ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കാണ് കഴിഞ്ഞ രാത്രി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് കരമാർഗവും വ്യോമമാർഗവും, പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ്, എറിയൽ ബോംബാർഡ്മെന്റ് ഹെലികോപ്റ്റർ, അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടും എല്ലാമുള്ള ആക്രമണമാണ് അവിടെ സംഭവിച്ചത് എന്നാണ് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തുകൊണ്ട് ഇത്രയും ഭീകരമായ രീതിയിൽ ആക്രമണം അവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഈസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട് എന്ന് വേണം കരുതാൻ. നമുക്കറിയാമല്ലോ, 10-15 വർഷം മുമ്പ് സജീവമായി രംഗത്ത് വരികയും ഇറാഖിലും സിറിയയിലുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ലെവാന്റ് എന്ന രീതിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു ടെറിറ്റോറിയൽ ഒരു എൻറ്റിറ്റിയായി മാറുകയും ചെയ്തു. അൽ ഖൈദ ഒക്കെ തീവ്രവാദ വിഭാഗങ്ങളായിരുന്നു എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിലെ ഒരു ടെറിറ്റോറിയൽ എൻറ്റിറ്റി എന്ന് പറയാനാവില്ല. ഇസ്ലാമിന്റെ വിവിധ അവാന്തര വിഭാഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അമേരിക്കൻ മേധാവിത്വ ഘടനകളെ ചേർക്കുന്ന ഒരു സംവിധാനമായിരുന്നു അൽ ഖൈദ. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സുന്നി റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. അവർ ഷിയ ഇസ്ലാമിനെതിരാണ്, അവർ രാജ്യഭരണത്തിനെതിരാണ്, എമീറുകൾക്കും ഷെയ്ഖുകൾക്കും ഒക്കെ എതിരാണ്, റിപ്പബ്ലിക്കൻ ക്രമത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്. അവരെ എതിർക്കുന്ന എല്ലാത്തിനും എതിരാണ്. അമേരിക്ക ആൻഡ് ഇസ്രായേൽ. ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ ഇടപെടൽ ഉണ്ടായതും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആ ഒരു മേധാവിത്വത്തിൽ നിന്നും സിറിയയിലെയും ഇറാഖിലെയും പ്രദേശങ്ങൾ മോചിപ്പിച്ചതും. പക്ഷെ മോചിപ്പിച്ചു എന്ന് പറയുകയും അതേസമയം അമേരിക്കൻ സൈന്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റിനെ പൂർണ്ണമായി ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് പിൻവലിയുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ ആക്റ്റീവായ ഏതാണ്ട് 7000-ഓളം പോരാളികൾ അവർക്കുണ്ട് എന്നതാണ് അമേരിക്കൻ എസ്റ്റിമേറ്റ്സ്. അങ്ങനെയെങ്കിൽ അവരെ ഈ പുതിയതായി ഭരണമേറ്റെടുത്ത അഹമ്മദ് അൽ ഷറയുടെ ഭരണകൂടവുമായി യോജിച്ച് നിന്നുകൊണ്ട് തന്നെ അമേരിക്കയുടെ പല സമയങ്ങളിലായി അമേരിക്കൻ സഖ്യത്തിൽ വന്ന 91ഓളം വിവിധങ്ങളായ രാഷ്ട്രങ്ങളും പൊളിറ്റിക്കൽ എൻറ്റിറ്റീസും ഉണ്ട്, മിലിഷ്യകളുമുണ്ട്. അതിൽ 91ാമതായി അമേരിക്കയോടൊപ്പം സഖ്യം ചേർന്ന ഒരു എൻറ്റിറ്റിയാണ് സിറിയ എന്നത് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സർക്കാർ. ആ സർക്കാർ കൂടി അമേരിക്കയുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന പ്രതീതിയാണ് ഇവിടെ വരുന്നത് IS-നെതിരെയുള്ള പോരാട്ടത്തിൽ. അപ്പോൾ പല പുരികങ്ങളും ചുളിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അഹമ്മദ് അൽ ഷറയ്ക്ക് ഒരു അൽ ഖൈദ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അമേരിക്ക തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു കൊടും ഭീകരൻ തന്നെയാണ്. ഇപ്പോൾ ഇതാ റഷ്യൻ പിന്തുണയുണ്ടായിരുന്ന രാജ്യം എന്ന നിലയിൽ നിന്നും അമേരിക്കയുടെ കൂടെ പിന്തുണയോടുകൂടി അൽഷറയുടെ നേതൃത്വത്തിൽ ഒരു മിലിഷ്യ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ, അതായത് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കുകയും അൽഷറ തന്നെ രാജ്യത്തിന്റെ പുതിയ ഭരണാധികാരിയായി മാറുകയും ചെയ്തപ്പോൾ അമേരിക്ക പച്ചപ്പരവതാനം ഇട്ടുകൊണ്ടാണ് അൽഷറയെ, മുൻഭീകരനായ ഇപ്പോഴത്തെ ഭരണാധികാരിയായ സിറിയൻ നേതാവിനെ ക്ഷണിച്ചത്. കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച ഉണ്ടായി. അപ്പൊ പല നിരീക്ഷകരുടെയും തെറ്റിച്ചൊളിഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാളെ എത്രത്തോളം വിശ്വസിക്കാം? ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എത്രത്തോളം വിശ്വസിക്കാം? അൽഷറയുടെ
ഗവൺമെന്റിനെ, ഇപ്പോഴത്തെ പുതിയ സിറിയൻ സർക്കാരിനെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടാണ്, അതേപോലെ തന്നെ ഇസ്രയേലിനെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടാണ് ഈ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ജോർദൻ എന്ന അയൽ രാജ്യവുമായി യോജിച്ചുള്ള സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനുള്ളിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞത് ശരിയാണ്, അൽഷറയെ പിന്തുണയ്ക്കുന്ന സൈന വിഭാഗങ്ങളിൽ ചിലരെങ്കിലും ഈ അമേരിക്കൻ ഭടന്മാർ ഈ മരണപ്പെട്ടു എന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതൊരു പക്ഷേ അമേരിക്ക വിരോധം, ആ പ്രദേശത്തൊക്കെയുള്ള അമേരിക്ക വിരോധം ഭരണകൂടങ്ങൾ അനുകൂലമായി നിൽക്കുമ്പോഴും അമേരിക്കക്കെതിരെ അതിശക്തമായ ചില വികാരങ്ങളുണ്ട് ഇസ്ലാമിക ലോകത്ത്. അതിന്റെ സ്വാഭാവികമായ ഒരു ബഹിസ്ഫുരണം എന്നതിൽ കവിഞ്ഞർത്ഥം കാണേണ്ടതുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഇത് ഒരു സീരിയസ് അറ്റാക്കിന്റെ തുടക്കം ആണ് എന്നൊരു പ്രതീതി ജനിച്ചുവെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഇസ് എ വൺ ടൈം അറ്റാക്ക്, ഇതൊരു സൂചന മാത്രമാണിപ്പോൾ. നിലവിൽ ഒരു തുടർ യുദ്ധത്തിനുള്ള സാഹചര്യം കാണുന്നില്ല. തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചു. തങ്ങൾക്കെതിരെ, തങ്ങൾ സൈന്യത്തിന് നേരെ നീങ്ങുകയാണെങ്കിൽ, തങ്ങളുടെ താല്പര്യ മേഖലയ്ക്കെതിരെ നീങ്ങുകയാണെങ്കിൽ അതിശക്തമായ ആക്രമണം പ്രതീക്ഷിക്കാം എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന 70-ൽ പരം അറ്റാക്ക് എന്ന ഒരു നിലപാടിലാണ് അമേരിക്ക നിൽക്കുന്നത്. നോക്കൂ, ഇപ്പോഴത്തെ അൽഷറ ഭരണകൂടം തന്നെ ഈ ഡ്രൂസുകൾ, ഇസ്രായേലിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന വംശവിഭാഗമാണ് ഡ്രൂസുകൾ, അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അലവൈറ്റ് മുസ്ലിങ്ങൾക്കെതിരെ, അതായത് ബാഷർ അൽ അസദ് ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ് അല്ലാബികൾ. അവരൊരു സിറിയൻ ജനസംഖ്യയുടെ 10% വരും. അവർ പടിഞ്ഞാറൻ സിറിയയിലാണ്, അതായത് മെഡിറ്ററേനിയനോട് ആക്സസ് ഉള്ള പടിഞ്ഞാറൻ സിറിയയിലാണ്. അവർക്കെതിരെ അറ്റാക്ക് നടക്കുന്നു. അതുകൊണ്ട് ആഭ്യന്തരമായി സിറിയ വലിയൊരു ഒരു കലാപത്തിന്റെ, ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ കൂടിയാണ്. അത് എത്രത്തോളം സ്റ്റെബിലൈസ് ചെയ്യാൻ അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും സൈനിക നടപടികളും സഹായിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്.